ഇപ്പൊ ഈ 90s കിഡ്സിന്റെ ഒക്കെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ 99 ബോൺ ആണ്. അപ്പൊ എന്റെ കൂട്ടത്തിലുള്ളവരുടെയും എനിക്കറിയാവുന്ന ആളുകളുടെ ഒക്കെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഇടയായിട്ട് കണ്ട കുറച്ച് രസകരമായ കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. അത് രസകരം അതുപോലെ തന്നെ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതായത് നമ്മൾ പണ്ട് ഭയങ്കര പ്രിയപ്പെട്ടവരായിരുന്നെന്ന് കരുതിയ ആൾക്കാരുടെ കല്യാണമാണ്. ചിലപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഹായ് ബൈ റിലേഷൻ മാത്രമേ ഇപ്പൊ കാണുള്ളൂ. പക്ഷെ പണ്ട് അവർ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. അവരിപ്പോ നമ്മളെ കല്യാണം വിളിക്കുന്നത് ജസ്റ്റ് വാട്സ്ആപ്പ് ത്രൂ ആണ്. അന്ന് നമ്മൾ യാതൊരു കമ്പനിയും വെക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സംസാരിച്ച് അന്ന് നമ്മൾ ഹായ് ബൈ പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇന്ന് അവരുടെ കല്യാണത്തിന് 2 മാസം മുമ്പേ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നത്. വരണം, കല്യാണത്തിന് വരണം, വരാണ്ടിരിക്കരുത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ ഒട്ടും സംസാരിക്കാത്ത ഞാൻ കഴിഞ്ഞ ചെറിയ ക്ലാസ്സുകളിൽ ഒട്ടും സംസാരിക്കാത്ത ഒരു കുട്ടി അയാളുടെ കല്യാണം വിളിച്ചത് കല്യാണ ഡേറ്റിന് 2 മാസം മുന്നേ എന്നെ വിളിച്ചു. ഐ വാസ് ലൈക്ക് അയ്യോ! എനിക്കങ്ങ് വിഷമമായി. കാരണം നമ്മളെയൊക്കെ അവര് അതുപോലെ അന്ന് പോലെ കൺസിഡർ ചെയ്യുന്നോണ്ടായിരിക്കുമല്ലോ ഓർത്തിരുന്ന് നമ്മളെ വിളിച്ചത്. അതുപോലെ തന്നെ എന്റെ കൂടെ കോളേജിൽ പഠിച്ച വേറൊരു ഫ്രണ്ട്. ആള് എന്നെ വാട്സ്ആപ്പ് ത്രൂ വിളിച്ചു. ബാക്കിയുള്ള എല്ലാവരെയും കോൾ ത്രൂ വിളിച്ചു. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ പിന്നെ കല്യാണത്തിന് പോയില്ല. ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ പോയില്ല കല്യാണത്തിന്. അതുപോലെ തന്നെ എന്റെ വേറൊരു ഫ്രണ്ട് റീസെന്റ്ലി അത് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും വരണം. എങ്ങനെ ഇരിക്കുന്നു? ഉം. അപ്പൊ ഈ കല്യാണം വിളിക്കുന്നവർക്ക് നിങ്ങൾക്കിപ്പം വരണമെന്ന് താല്പര്യം ഇല്ലാത്തവരെ വിളിക്കാണ്ടിരിക്കുക. വെറുതെ ഇതുപോലുള്ള ഓരോ നാടകങ്ങൾ കാഴ്ച വെക്കാതെ.